എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജേഷാണ്. ഇപ്പം ഞാനുള്ളത് കുന്നംകുളത്താണ്. കുന്നംകുളത്ത് ചെറിയൻ ഡോക്ടറില്ലേ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുക ചെറിയൻ ഡോക്ടറെ അടുത്താണ്. അദ്ദേഹത്തിൻ്റെ കൈ തൊട്ടാൽ കുഞ്ഞുങ്ങളെ അസുഖം മാറും, ആ ഒരു വിശ്വാസം. ഇപ്പം നമ്മളെ മിഞ്ഞാന്നാണ് ആരാധനയായിട്ട് പനിയായിട്ട് വന്നത് കേട്ടോ. അങ്ങനെ അവൾക്ക് കുറച്ച് ഭേദമുണ്ട്. ഇന്നലെ നമ്മൾ ചെറിയ ആൾക്ക് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആയിരുന്നു നമ്മളെ പൂത്തിരിയുടെ സർജറി. ഇന്നലെ എന്തായാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്ക് എൻ്റെ തോളത്ത് ചാഞ്ഞ് കിടക്കുന്നില്ലേ, നമ്മളെ ചെറിയ സ്വത്തുമണിയാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് ഡോക്ടറെ കണ്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ നിൽക്കി നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇന്നലെ ഇവളേനായിട്ട് ഹോസ്പിറ്റലിൽ പോവാതെ ഞാൻ നേരെ പോയത് നമ്മളെ പൂത്തിരീനായിട്ടായിരുന്നു. ഇപ്പോൾ പനിയുണ്ട്, ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ എഴുതി ഇനി തിരിച്ചു പോവുക. എനിക്ക് പറയാനുള്ളത്, ഞാനിത് ഇവിടെ എങ്ങനെ ചേർത്ത് പിടിച്ചത് പോലെ നിങ്ങളെല്ലാവരും കാണാറുള്ളതാണ്. ഓരോ മിണ്ടാപ്രാണി ഞാൻ അങ്ങനെ തന്നെ, ഒരു മനുഷ്യനോ മൃഗമോ എനിക്ക് വേർതിരിവില്ലാതെ അവരെയും ഞാൻ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് എപ്പോഴും ചേർത്ത് പിടിക്കാറ്. കാരണം അവർക്ക് വേണ്ടി ഓടുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി ഓടാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ സമയം കിട്ടാറില്ല. അപ്പോൾ എനിക്ക് ഇവർക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കണോ അവർക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കണോ ഒക്കെ. അപ്പം ഞാനൊരു വ്യക്തി ഇതൊക്കെ കൂടി ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എനിക്ക് പല കേസുകളും ചിലപ്പോൾ നോക്കാൻ പറ്റാതെയാവും, ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റാതെയാവും. പക്ഷെ എന്നെ അറിയിക്കുന്നവർക്ക് എൻ്റെ ഈ സിറ്റുവേഷൻ കൂടി അറിഞ്ഞു. ഞാനൊരു വ്യക്തി, ഒരു കുടുംബം, മറ്റുള്ള സാഹചര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ ഉണ്ട്, അതും കൂടി ശ്രദ്ധിക്കണം എനിക്ക്. അപ്പോൾ ഞാൻ വന്നില്ല, ചെയ്തില്ല, പോയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നാട്ടിലെ കേസുകൾ എന്നെ രക്ഷപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലവർ പോസ്റ്റ് ഇടുക. എന്നിട്ട് അത് കണ്ടിട്ട് കുറേ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുക, പോയില്ല, വന്നില്ല പറഞ്ഞിട്ട്. എൻ്റെ വാട്സപ്പ് മൊത്തം ഈ ലിങ്കുകളായിട്ട് രക്ഷിച്ചില്ല എന്ന് ചോദിച്ചിട്ടുള്ള കോളുകൾ, മെസ്സേജുകൾ. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണോ, എന്നാൽ കഴിയുന്നത് ഞാൻ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ കാണുന്നവർ, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അതറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. അപ്പം ഞാൻ ഇതൊരു ഒരു നൂൽപ്പാലത്തുമ്പിലാണ്. അത് കൈവിടാതെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ നോക്കണം. അതിന് സർവേശ്വരൻ ശക്തി തരട്ടെ. എല്ലാം തീരുമാനിക്കുന്നത് പ്രപഞ്ചശക്തികളാണ്. അതിൻ്റെ ആ ഒരു തീരുമാനം പോലെ എല്ലാവരും നടക്കും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കേസുകളും എല്ലാവരും നമുക്ക് ഒരുമിച്ച് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാം പ്രപഞ്ചശക്തികളുടെ തീരുമാനം പോലെ നടക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ നന്മകളും നേരുന്നു. പൂത്തിരിക്ക് രാവിലെ മരുന്നുകളൊക്കെ കൊടുത്ത് ഒരു 5 ഗുളികകളുണ്ട് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. 5 ഗുളിക വായയിലേക്ക് വെച്ചു, നല്ല അണ്ണാക്കിലേക്ക് ഇറക്കി പ്രസ് ചെയ്ത് പിടിച്ച് ഇറക്കി കൊടുത്തിട്ടാണ് വരുന്നത്. പിന്നെ അവൾ സ്റ്റിച്ച് കടിച്ച് പൊളിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു മൗത്ത് കേപ്പ് വാങ്ങണം ഇവിടുന്ന് പോകുമ്പോൾ കുന്നംകുളത്ത് തന്നെ. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ വേറൊരു കേസുണ്ട് മുറിവായിട്ട്, അതെനിക്ക് പോകാതെ ഒരു പറ്റിയിട്ടില്ല. അപ്പോഴത്തേനും അത് വീഡിയോ എടുത്ത് ചില ആളുകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്കാണ് നേരിടുന്നത്. ഞാനിങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓടി എത്താൻ പറ്റാത്തതിനോട് സാഹചര്യങ്ങളും അതിന് പിന്നിൽ കാരണങ്ങളും ഉണ്ട്. അത് തിരിച്ചറിയാതെ മറ്റുള്ളവർ, നമ്മളെ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ചില ആളുകൾ തന്നെ മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കാനാണ്. ഓരോ മനുഷ്യനും ഓരോ ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും സൂപ്പർമാനെ പോലെ ഒരിക്കലും കഴിയില്ല. എന്തായാലും നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട്, സ്നേഹം, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ചെറിയ മുത്തുകൊണ്ട് അസുഖം വേഗം ഭേദമാവട്ടെ. ആരാധനക്കുട്ടിക്ക് ഭേദമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ. ബായ്.